ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതർക്ക് സഹായമേകാൻ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണങ്ങളും സജീവം. കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കുന്നത് മുതൽ സാമ്പത്തിക സഹായം വരെയുള്ള വാഗ്ദാനങ്ങൾ സോഷ്യൽ മീഡിയ വഴി വരുന്നു. അനാഥരായിപ്പോയ എല്ലാ കുഞ്ഞുങ്ങളുടെയും അമ്മയാകണമെന്ന് എനിക്കാഗ്രഹമുണ്ട്. അതിന് പരിമിതിയുള്ളതുകൊണ്ട് 2 കുഞ്ഞുങ്ങളെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഏത് മതസ്ഥരായാലും എനിക്ക് സമ്മതമാണ്. സർക്കാർ ജീവനക്കാരിയായ സുജ എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള കുറിപ്പാണിത്. ദുരന്തത്തിൽ ആരുമില്ലാതായിപ്പോയ 2 കുട്ടികളെ ഏറ്റെടുക്കാമെന്നാണ് സുജാത പറയുന്നത്. ഉരുൾപൊട്ടലിന്റെ കൊടിയ നടുക്കത്തിലും നന്മയുടെ തുരുത്തുമായി ഒട്ടേറെ പേരാണ് കൈനീട്ടുന്നത്. സ്വന്തം കടയിലെ മുഴുവൻ വസ്ത്രവും ദുരന്തബാധിതർക്ക് നൽകാൻ തയ്യാറാവുന്നവരുമുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് പാക്ക് കൊണ്ടുപോകും അത്രത്തോളം നിങ്ങൾ പാക്ക് കൊണ്ടുപോകും. ഇതെല്ലാം 2 ദിവസം മുമ്പ് ബണ്ടിൽ പൊട്ടിച്ച് വെച്ചതേ ഉള്ളൂ. എല്ലാം കൊടുക്കാറ് എനിക്ക് ജീവനുണ്ടല്ലോ. എന്റെ ജീവൻ കൊണ്ട് എനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൂ. പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയതിന് പകരമാവും എന്റെ ജീവൻ പോയാൽ അത് തിരിച്ചു കിട്ടാൻ പറ്റും. എനിക്ക് പോയ പണമാണെങ്കിലോ സമ്പത്താണോ നമുക്ക് തിരിച്ച് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം, ദൈവം തരും. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കാകുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അവരുടെയൊക്കെ ഇന്നർഗാർമെന്റ്സ്. ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്ത് വെക്കും. ഇത് കവറിനകത്താക്കി പാക്ക് ചെയ്ത് ആക്കണം കേട്ടോ. താഴെ കൊടുത്ത് പാക്ക് ചെയ്യും. ഇതൊക്കെ ഇപ്പോഴത്തേക്ക് വേണ്ടി ഓണത്തിന് വേണ്ടി വന്നെങ്കിൽ പുതിയ പറ്റുള്ളൂ. ഇത് നമുക്ക് എത്ര ഇഷ്ടമുള്ള നമുക്ക് പിടിച്ചെടുത്ത് ഇഷ്ടമുള്ള എടുത്തു പോകാം. കഴിഞ്ഞ ദിവസമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാമെന്ന് ഒരു കുടുംബം അറിയിച്ചത്. കുടുക്കയിലെ സമ്പാദ്യം നൽകാൻ തയ്യാറായ കൊച്ചുകുട്ടികളും ഏറെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്കായി ഏറെ ദൂരം നിന്നും സഹായങ്ങൾ എത്തുകയാണ്. ഒരിക്കലും നേരിൽ കാണാത്ത മനുഷ്യർ പോലും വേദനയുടെ ആഴമറിഞ്ഞാണ് സോഷ്യൽ മീഡിയ വഴി സഹായ വാഗ്ദാനം. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.